കേരളത്തിലുടനീളം ഇതുപോലെയുള്ള താമര ഇപ്രാവശ്യം വിരിയും. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ NDAയോടൊപ്പം BJPയോടൊപ്പം അണിചേർന്നിട്ടുണ്ട്. ഇടതിനും വലതിനും ഭൂരിപക്ഷമില്ലാത്ത അതേ സമയത്ത് BJP NDA നിർണായക ശക്തിയാകുന്ന ഒരു വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. വട്ടിയൂർക്കാവിൽ മാത്രമല്ല BJPയുടെ താമര വിരിയുക. തിരുവനന്തപുരത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും കേരളത്തിലുടനീളം ഇതുപോലെയുള്ള താമര ഇപ്രാവശ്യം വിരിയും. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ NDAയോടൊപ്പം BJPയോടൊപ്പം അണിചേർന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനുള്ളൂ. വളരെ അഭിമാനകരമായിട്ടുള്ള ദിവസമാണ്, നിമിഷമാണ്. ഇവിടെ ഇപ്പോൾ ഒരു നല്ല തുടക്കം, ഇത് നല്ല ആർജവത്തോടു കൂടി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. മുമ്പ് താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾ കോർപ്പറേഷനിലെ ശാസ്ത്രമംഗലം വാർഡ് കൗൺസിലറാണ്. താൻ 5 വർഷവും കൗൺസിലറായി തന്നെ ഇവിടെ തുടരുമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത് മാധ്യമങ്ങളോട്. ആ തീരുമാനത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടോ? നോക്കാം. പാർട്ടി പറയുന്നത് പോലെ എൻ്റെ അടുത്ത് പാർട്ടി നേതൃത്വം എന്നോട് എന്താണ് പറയുന്നത് അനുസരിച്ച് ചെയ്യും. ഞാൻ അവിടെ ശാസ്ത്രമംഗലത്ത് വാർഡ് കൗൺസിലർ ആയതും പാർട്ടി പറഞ്ഞ പ്രകാരം ഇലക്ഷനിൽ നിന്നിട്ടാണ്. ഇവിടെയും അതുപോലെ തന്നെ പാർട്ടി പറഞ്ഞാൽ ഞാൻ നിൽക്കും, വിജയിക്കും, ഞാൻ MLA ആകും. അപ്പം പിന്നെ വേറെ കൗൺസിലർ വരണമല്ലോ. പാർട്ടി പറയുന്നത് പോലെ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ, കാത്തിരിക്കും എന്നുള്ള ആ മുദ്രാവാക്യം ഈ കേരളത്തിൽ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറം എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആരംഭമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയറും ഡെപ്യൂട്ടി മേയറും ഭരണവും ലഭിച്ചതോടുകൂടി അതാണ് ഈ തിരുവനന്തപുരത്ത് തെളിഞ്ഞിരിക്കുന്നത്. ഈ തിരുവനന്തപുരത്ത് നേടിയ നേട്ടം കേരളത്തിൽ ആകമാനം നേടാൻ സാധിക്കുകയും ഇടതിനും വലതിനും ഭൂരിപക്ഷമില്ലാത്ത അതേ സമയത്ത് BJP NDA നിർണായക ശക്തിയാകുന്ന ഒരു വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് ഇനി BJPയുടേതാണ്, NDAയുടേതാണ്. ഏത് ശക്തി വന്നാലും വട്ടിയൂർക്കാവിലെ ജനത BJPയെയും NDAയും വിജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തിരുവനന്തപുരത്തിൻ്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NDAയും BJPയും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ വികസനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തുന്ന വികസനങ്ങൾ, അങ്ങനെ ഈ 3 ഘടകങ്ങൾ ഒരുമിച്ചു ചേരുന്ന തിരുവനന്തപുരത്തിൻ്റെ വികസനം ഉറപ്പാക്കണമെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭൂമിയായിട്ടുള്ള വട്ടിയൂർക്കാവിലും NDA ജയിക്കേണ്ടതുണ്ട്. വട്ടിയൂർക്കാവിലെ ജനതയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, NDAയുടെ സ്ഥാനാർത്ഥിയെ വട്ടിയൂർക്കാവിലും വിജയിപ്പിച്ച് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും വികസനം ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും നേരുന്നു. വശത്തോട്ടൊന്ന് നേർന്ന് നിന്നാൽ എല്ലാവർക്കും നിൽക്കാനുള്ള സൗകര്യം കിട്ടും. എല്ലാവർക്കും നിൽക്കാൻ സുരേഷ് ഞങ്ങൾ രണ്ടുപേരും ജനറൽ സെക്രട്ടറിമാരെ, മഹാദേവൻ വട്ടം വട്ടിയൂർക്കാവിന്റെ വേറൊരു ജനറൽ സെക്രട്ടറി. അപ്പുറത്തോട്ട് നിൽക്കണം. എഴുതുന്നവരോടാണ്
ഒരു ചായ എഴുതാൻ പോയപ്പോൾ ചായ ഇട്ടാന്ന് പറഞ്ഞാൽ പ്രസക്തിയെ സംബന്ധിച്ച് ചുരുക്കം വാക്കുകൾ സംസ്ഥാന ചുരുക്കം വാക്കുകളിൽ ഈ പ്രചരണത്തിന്റെ സാങ്കത്യത്തെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കും. അതിനുശേഷം സംസ്ഥാന ഉപാധ്യക്ഷ ഔപചാരികമായിട്ട് ഇതിനുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ സാഹചര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. നമുക്ക് വേണം വികസിത വട്ടിയൂർക്കാവ്. നമുക്ക് വേണം വികസിത വട്ടിയൂർക്കാവ്. ജയ് ജയ് ഭാരത് മാതാ. ജയ് ജയ് ബിജെപി. ജയ് ജയ് NDA. കണ്ണട വിടരുത്. കേരളമാകെ വിടരുത്. ഭാരത് മാതാ കി. നമ്മളെ എല്ലാവരോടും പാട്ട് കളിക്കാൻ ചോദിച്ചോളൂ.
നമുക്ക് ഒരു വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ.